ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നിങ്ങൾ തമിഴിലും കാര്യങ്ങളൊക്കെ കണ്ട പോലെ തന്നെ നമ്മൾ പറയാൻ പോകുന്നത് ഞാൻ ഉപയോഗിക്കുന്ന ആപ്സുകളെ കുറിച്ചാണ്. നമ്മൾ ക്രെഡിറ്റ് കാർഡ് പേയ്മെന്റ്സിന്, അതായത് ക്രെഡിറ്റ് കാർഡിന്റെ ബില്ല് വരുമ്പോൾ ജനറേറ്റ് ആകുമ്പോൾ നമ്മളത് പേ ചെയ്യാൻ ഉപയോഗിക്കുന്ന ആപ്പുകളുടെ കാര്യം നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അറിയാം, ഇപ്പോൾ റീസെന്റ് നമ്മുടെ ജൂലൈ 1 തൊട്ട് തേർഡ് പാർട്ടി ആപ്പുകളൊന്നും പറ്റില്ല എന്ന് പറഞ്ഞിട്ട് RBIയുടെ ഒരു പുതിയ റൂൾ വന്നിട്ടുണ്ടാണ്. അതായത് ഭാരത് ബിൽ പേയ്മെന്റ് സിസ്റ്റത്തിൽ രജിസ്റ്റേർഡ് ആവാത്ത കാർഡുകളൊന്നും തേർഡ് പാർട്ടി ആപ്പ് കൂടെ യൂസ് ചെയ്യാൻ പറ്റില്ല വന്നിട്ട്. അപ്പോൾ അതിന് ശേഷമാണ് നമ്മളിപ്പോൾ ആക്ച്വലി വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു വീഡിയോ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിൽ കിടക്കാം. അതിന് മുമ്പ് നമ്മുടെ 2 ചാനലും മാത്രം പോയി കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് നമ്മൾക്ക് ഒന്ന് ഷെയർ ചെയ്യുക. എന്തെങ്കിലും സംശയം കാര്യങ്ങളൊക്കെ എൻ്റെ കമന്റ് ചെയ്താൽ മതി. നമ്മൾ എല്ലാ കമന്റും കൊടുക്കുന്നുണ്ട്. നമ്മുടെ 3ാമത്തെ ചാനൽ GSH വേൾഡ് മാത്രം പോയി കണ്ടു നോക്കുക. നമ്മളതിൽ ടെക്നിക്കൽ ഫൈനാൻഷ്യൽ ന്യൂസുകൾ സംഭവമൊക്കെ ചെയ്യുന്നത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും mറക്കണ്ട. നമ്മുടെ വെബ്സൈറ്റ് ajmb.banksupporn.in സന്ദർശിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവർ നോക്കി നോക്കാം. നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ്സ്, ബാങ്ക് ലോൺസ് ഒക്കെ നമ്മുടെ റെഫർ ലിങ്ക് ത്രൂ തന്നെ ഇൻകം പ്രൂഫിലാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ടെലിഗ്രാം ചാനലും ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് അതിലും വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം. അപ്പോൾ എല്ലാത്തിനും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, മറക്കണ്ട കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ ആദ്യം ആയിട്ട് ഉപയോഗിക്കുന്ന ആപ്പ് എന്ന് പറയുന്നത് ക്രെഡ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും, ഇപ്പോൾ ക്രെഡിന് ഇപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും ആക്സിസ് ബാങ്കും അതുപോലെ തന്നെ HDFC ബാങ്കൊക്കെ ആയിരുന്നു മെയിൻ ഇഷ്യൂ. അതായത് അവർ BBS രജിസ്റ്റേർഡ് അല്ലായിരുന്നു. അപ്പോൾ അത് അവർക്കായിരുന്നു ഭയങ്കര ഇഷ്യൂ എന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ക്രെഡ് ആപ്പുകാർ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ക്രെഡിറ്റ് ആപ്പിൽ കൂടെ നമുക്ക് അടയ്ക്കാൻ പറ്റുന്നത്. അത് എന്തുകൊണ്ടായിരുന്നു? അത് അവർ നോർമലി ക്രെഡിറ്റ് ആപ്പ് ഇങ്ങനെ UPI ത്രൂ ആണ് പേയ്മെന്റ് ചെയ്യുന്നത്. പക്ഷേ ആ ടൈമിൽ ആക്സിസ് ബാങ്കും HDFC കാർഡിന്റെയും ബിൽ പേയ്മെന്റ് ഇവർ IMPS ത്രൂ ആയിരുന്നു ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ക്രെഡിറ്റ് ആപ്പിൽ കൂടെ അത് ചെയ്യാൻ പറ്റുന്നത്. അതൊരു കിടിലൻ മൂവ് തന്നെയായിരുന്നു ക്രെഡിന്റെ സൈഡിൽ നിന്ന്. പക്ഷേ Paytm ഒക്കെ പറയുമ്പോൾ Paytmകാർക്ക് ഈ ക്രെഡിറ്റ് കാർഡുകളൊന്നും പറ്റില്ല എന്ന് പറഞ്ഞൊരു ലോഗോ സംഭവമൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കാണിച്ചപ്പോൾ അവരുടെ മാർക്കറ്റ് ഡൗൺ ആവും, ആൾക്കാർ ചെയ്യില്ല, പിന്നെ പോവില്ല. അപ്പൊ അതാണ് ക്രെഡ് ചെയ്ത ഒരു ബുദ്ധിപരമായ ഒരു മൂവ്മെന്റ് എന്നൊക്കെ പറയാം, ബിസിനസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പൊ ഞാൻ ഇപ്പോൾ ഉപയോഗിക്കുന്ന വൺ ഓഫ് ദ മെയിൻ തേർഡ് പാർട്ടി ആപ്പ് എന്ന് പറയുന്നത് ക്രെഡ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ക്രെഡ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ, നിങ്ങൾക്ക് ഉപയോഗിക്കാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവർ ഡൗൺലോഡ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. പിന്നെ വേറൊരു ആപ്പാണ് നമ്മൾ ആമസോൺ പേ എന്നാണ് ആമസോണിന്റെ ആപ്പിലൂടെ വരുന്ന സാധനം. അതിൽ ഞാൻ ആക്ച്വലി ICICI ബാങ്കിന്റെ ക്രെഡിറ്റ് കാർഡ് ബില്ല് ഞാൻ അങ്ങനെ അടയ്ക്കാറുണ്ട് ഇടയ്ക്ക്. പ്രത്യേകിച്ച് ആമസോൺ പേ ICICI ക്രെഡിറ്റ് കാർഡ് ഞാൻ ആമസോൺ പേന്റെ ഉള്ളിൽ കൂടെ തന്നെ അടയ്ക്കാറെന്ന് വെച്ചാൽ നമുക്ക് അതിൽ ബില്ലൊക്കെ സംഭവങ്ങളൊക്കെ വരും. അതുള്ളവർക്ക് അറിയേണ്ടായിരിക്കും. അപ്പോൾ അത് ഞാൻ ആപ്പ് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഒഫീഷ്യൽ ആപ്പുകളാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ആക്സിസ് ബാങ്കിന്റെ എൻ്റെ ഓൾറെഡി ബില്ല് സംഭവങ്ങളൊക്കെ ഉള്ളതുകൊണ്ടല്ല, അക്കൗണ്ട് സംഭവങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് അതിൽ ഓപ്ഷൻ വരാറുണ്ട്. പക്ഷേ ഞാൻ ഇടയ്ക്ക് ക്രെഡിറ്റ് ത്രൂ ഒക്കെ അടയ്ക്കാറുണ്ട്, നമുക്ക് ക്യാഷ് ബാക്ക് സംഭവം കിട്ടുമല്ലോ. പക്ഷേ ഇപ്പോൾ ക്യാഷ് ബാക്ക് ഒക്കെ ഭയങ്കര കുറവാണ്, എന്നാലും പോട്ടെ. പക്ഷെ ഞാൻ ഗൂഗിൾ പേ ഒന്നും ഉപയോഗിക്കാറില്ല കേട്ടോ. ഞാൻ ഗൂഗിൾ പേ ഒന്നും റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഗൂഗിൾ പേ ഒക്കെ ക്രെഡിറ്റ് ആവാനുള്ള ഇഷ്യൂ സംഭവങ്ങളൊക്കെ ഉണ്ട്, Paytm-നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. മൊബിവിക്കും ഞാൻ അങ്ങനെ റെക്കമെൻഡ് ചെയ്യുന്നില്ല, ടൈം എടുക്കുന്നുണ്ട് അത്യാവശ്യം. അതൊക്കെ ഒഫീഷ്യലി റെക്കഗ്നൈസ്ഡ് തന്നെയാണ്. പക്ഷെ ഞാൻ യൂസ് ചെയ്യുന്നില്ല, ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ യൂസ് ചെയ്യാത്തതുകൊണ്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല മാത്രം കേട്ടോ. പിന്നെ ഞാൻ ഉപയോഗിക്കുന്നത് SBI കാർഡ്സിന് ഞാൻ SBIയുടെ സെയിം അവരുടെ ഒഫീഷ്യൽ ആപ്പ് തന്നെ ഉപയോഗിക്കുന്നത്. RBLന്റെ കാർഡിനും അവരുടെ ഒഫീഷ്യൽ ആപ്പ് തന്നെ ഉപയോഗിക്കുന്നത്. BOBക്കും അതിന്റെ ഒഫീഷ്യൽ ആപ്പ് തന്നെ ഉപയോഗിക്കുന്നത്. പിന്നെ വൺ കാർഡിനും അവരുടെ ഒഫീഷ്യൽ ആപ്പ് തന്നെ ഉപയോഗിക്കുന്നത്. വൺ കാർഡിന് ഒഫീഷ്യൽ ആപ്പ് ഗുണമെന്ന് വെച്ചാൽ അപ്പം തന്നെ ക്രെഡിറ്റ് ആവും സാധനം. കോട്ടക്കിന് ഞാൻ ക്രെഡാണ് ഉപയോഗിക്കാറ്. ICICI ബാങ്കിനും ക്രെഡ് തന്നെ ഉപയോഗിക്കാറ്. ക്രെഡ് അല്ല, ആമസോൺ ഇടയ്ക്ക് മാറ്റം ഉപയോഗിക്കാറുണ്ട്. എന്ന് വെച്ചാൽ 3 ICICI കാർഡ് എൻ്റെ കയ്യിലുണ്ട്. പിന്നെ യെസ് ബാങ്കിന് ഞാൻ ക്രെഡ് തന്നെ ഉപയോഗിക്കാറ്. പിന്നെ എല്ലാത്തിൻ്റെയും പേര് കിട്ടാൻ പറയും. Amexന് ഞാൻ Amexന്റെ ഒഫീഷ്യൽ ആപ്പ് ഉപയോഗിക്കാറുണ്ട്, ഇടയ്ക്ക് ക്രെഡ് ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ മാറി ഉപയോഗിക്കാറുണ്ട്. എന്നുവെച്ചാൽ ക്യാഷ് ബാക്ക് കിട്ടുന്നതുകൊണ്ടാണ് നമ്മൾ മാക്സിമം അങ്ങനെ ക്രെഡ് ഉപയോഗിക്കുന്നത്. അല്ലാണ്ട് ഞാൻ ക്രെഡിനെ പ്രൊമോട്ട് സംഭവം ചെയ്യുന്നതല്ല കേട്ടോ. പിന്നെ അതൊക്കെയാണ്. ഇപ്പം ഞാൻ തൽക്കാലം വേറെ ആപ്പുകളൊന്നും ഉപയോഗിക്കുന്നില്ല. ഇപ്പം മെയിനായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒഫീഷ്യൽ ആപ്പുകളും ക്രെഡും ആമസോൺ പേയും ആണ് ഞാൻ മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പം ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നതും ഈ ആപ്പ് തന്നെയാണ്. അതെന്തുകൊണ്ടാണ് ഞാൻ ഈ ആപ്പുകളൊക്കെയാണ് ഉപയോഗിക്കുന്നത്. അല്ലാണ്ട് ഇപ്പം ഞാൻ ബാക്കിയുള്ള ആപ്പുകൾ പൊട്ടയ സംഭവം എന്നല്ല പറയുന്നത്. അതൊക്കെ ഒഫീഷ്യലി റെക്കഗ്നൈസ്ഡ് തന്നെയാണ് ക്രെഡിറ്റ് കാർഡ് ബിൽ പേയ്മെന്റ് ചെയ്യാനുള്ളത്. ഇപ്പോൾ മൊബിവിക്കിന്റെ കാര്യം പറയാനൊക്കെ. പക്ഷേ ഒന്നാമത് മൊബിവിക്കിന്റെ കസ്റ്റമർ കെയറൊക്കെ വൻ ഷോക്കാണ്. എന്തെങ്കിലും ഇഷ്യൂ സംഭവമൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് പിന്നെ അവരെ കിട്ടില്ല, വിളിച്ചാൽ പോലും കിട്ടില്ല. എന്താ പറയുക, ഓൺലൈൻ കോൺടാക്ട് മാത്രമേ ഉള്ളൂ. മെസ്സേജ് റിപ്ലൈ സംഭവമൊന്നും മര്യാദ തരുന്നില്ല. ഞാൻ പണ്ട് ഉപയോഗിക്കുന്ന മൊബിവിക്ക്. എനിക്ക് മൊബിവിക്കിന്റെ Amex കാർഡൊക്കെ ഉണ്ടായിരുന്ന പണ്ട്. ഞാനത് ഫുള്ള് ക്ലോസ് ചെയ്ത് വരാം. എന്നുവെച്ചാൽ പണ്ടാരെ ലോക്കൽ കസ്റ്റമർ കെയർ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യാത്തത്. പിന്നെ ഗൂഗിൾ പേ ത്രൂ ബിൽ പേയ്മെന്റ് ചെയ്യുമ്പോൾ മെജോറിറ്റി ആൾക്കാർക്കും ഫെയിലിയർ സംഭവം വരുന്നുണ്ട്. പിന്നെ അത് ക്രെഡിറ്റ് ആവാൻ നിൽക്കണം, റീഫണ്ട് കിട്ടാൻ നിൽക്കണം, അങ്ങനെ കുറേ ഇഷ്യൂസ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനത്തെ കുറച്ച് ആപ്പുകളും ഉപയോഗിക്കുന്നത്. എന്ന് വെച്ചാൽ ക്രെഡ് ഉപയോഗിക്കുന്നത് UPI പേയ്മെന്റ്സ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു മെജോറിറ്റി പേയ്മെന്റ്സും അപ്പം തന്നെ ക്രെഡിറ്റ് ആവുന്നുണ്ട്. ഒരു
നമ്മളിപ്പോൾ ഒരു 100 അയച്ചു കഴിഞ്ഞാൽ ഒരു 90%, 90%, 90 അപ്പം തന്നെ ക്രെഡിറ്റ് ആയിട്ട് നമുക്ക് മെസ്സേജ് സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മെയിനായിട്ട് ക്രെഡിറ്റ് ഉപയോഗിക്കുന്നതിന്റെ കാരണം. പിന്നെ പോരാത്തന്നെ നമുക്ക് അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ ഒരു ക്യാഷ് ബാക്ക് ഒരുപാട് സംഭവം കിട്ടുന്നുണ്ടല്ലോ. അതുകൊണ്ട് എന്ന് വെച്ചാൽ പണ്ട് ഗൂഗിൾ പേയിലൊക്കെ കിട്ടുന്നത്, ഇപ്പോൾ ഗൂഗിൾ പേയിൽ ഒരു പിണ്ണാക്കും കിട്ടുന്നില്ല. പിന്നെ ആമസോൺ പേയിലും ഇടയ്ക്ക് നമുക്ക് ഇതുപോലെ എന്താ പറയുക വൗച്ചേഴ്സ് സംഭവം കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് മിക്സ് ചെയ്ത് എന്താ പറയുക ഷഫിൾ ചെയ്ത് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ ആമസോൺ പേയിൻ്റെ എന്തായാലും ലിങ്ക് താഴെ കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ക്രെഡിറ്റിൻ്റെ താഴെ കൊടുക്കാം. പിന്നെ ഒഫീഷ്യൽ ആപ്പുകളുടെ നിങ്ങൾ എന്തായാലും നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ അതെന്താ ആപ്പ് എന്തായാലും നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് വേറെ കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എന്തായാലും വൈൻഡ് അപ്പ് ചെയ്യാം. എന്താ വെച്ചാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ IMPS മെത്തേഡ് ത്രൂ വേണമെങ്കിൽ നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് ബിൽ പേയ്മെന്റ് ചെയ്യാം. പിന്നെ കുറേ പേർക്ക് സംശയമുണ്ട്, ക്രെഡിറ്റ് കാർഡ് ബിൽ പേയ്മെന്റ് ചെയ്യുമ്പോൾ ചില സമയത്ത് ക്രെഡിറ്റ് ആവില്ല. അപ്പോൾ ഇതിന് ആക്ച്വലി ഒരു ടൈം ഫ്രെയിം ഉണ്ട് എല്ലാ ബാങ്കുകൾക്കും. നോർമലി 48 hours ആണ് അവർ ക്രെഡിറ്റ് ടൈം പറയാം. അപ്പോൾ 48 hours കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് ക്രെഡിറ്റ് ആയിട്ടില്ല, മെസ്സേജ് സംഭവം വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്തായാലും അവരെ കസ്റ്റമർ കെയറിനെ സപ്പോർട്ടിന് വിളിക്കണം കേട്ടോ. ഇപ്പോൾ റീസെന്റ് എൻ്റെ BOB കാർഡിന് ഇതുപോലെ ഇഷ്യൂ ഉണ്ടായിട്ട് ഒരു 8-9 ദിവസം കഴിഞ്ഞപ്പോൾ നമുക്കത് റീഫണ്ട് ആയിട്ട് വന്നത്. എന്താ വെച്ചാൽ നിങ്ങൾ ഇതുപോലെ ബിൽ പേയ്മെന്റ് ചെയ്യുമ്പോൾ ഒരു ഗ്യാപ്പ് വെച്ച് ബിൽ പേയ്മെന്റ് ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ ഇങ്ങനത്തെ ഇഷ്യൂ വരും. അപ്പോൾ നിങ്ങൾക്ക് ഡ്യൂ ഡേറ്റ് മിസ്സാവും, പിന്നെ ഫൈനും സംഭവം സിബിൽ സ്കോർ സംഭവങ്ങളൊക്കെ പണി കിട്ടും. അപ്പോൾ ഓൾവേസ് ബിൽ പേയ്മെന്റ് ചെയ്യുമ്പോൾ ഒരു ഗ്യാപ്പ് അറ്റ്ലീസ്റ്റ് ഒരു 1 week 2 week എങ്കിലും ഗ്യാപ്പ് വെച്ചൊരു ബിൽ പേയ്മെന്റ് ചെയ്യാൻ നോക്കാം. നമ്മൾ ഇതിനെ കുറിച്ച് ഓൾറെഡി വീഡിയോ ഇട്ടുണ്ട്. പക്ഷേ ഇത് കുറേ പേര് നോക്കാറില്ല, കുറേ പേര് ഇങ്ങനെ പെടുന്നുണ്ട്. അറിയുന്നവർക്ക് ഓക്കെ, പക്ഷെ അറിയാത്തവരെ കാര്യം നമ്മൾ പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും വൈൻഡ് അപ്പ് ചെയ്യാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ 2 മെയിൻ ചാനൽസ് ഓണത്തിൽ പോയി കണ്ടുപോകുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അടുത്ത കാണാം, ബൈ.